ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം USS എക്സാമൊക്കെ അങ്ങ് അടുത്തു അല്ലേ. അപ്പോൾ നമുക്കിന്ന് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കാം. USS എക്സാമിന് വരാൻ സാധ്യതയുള്ള കുറച്ച് മാതൃകാ ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെയൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ ഓരോ ചോദ്യങ്ങളായിട്ട് ഡിസ്കസ് ചെയ്ത് പോകാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഒരു പദാർത്ഥം ആസിഡാണോ ആൽക്കലിയാണോ എന്ന് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നത്. ഒരു പദാർത്ഥം ആസിഡാണോ ആൽക്കലിയാണോ എന്ന് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നത്. തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇതാണ്: കാർബൺ പേപ്പർ, സാധാരണ പേപ്പർ, ബ്ലോട്ടിംഗ് പേപ്പർ, ലിറ്റ്മസ് പേപ്പർ. അപ്പോൾ എല്ലാവരും ഉത്തരം ഗസ് ചെയ്തോളൂ. ഒരു പദാർത്ഥം ആസിഡാണോ ആൽക്കലിയാണോ എന്ന് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നത് ലിറ്റ്മസ് പേപ്പറാണ്. അപ്പോൾ ശരി ഉത്തരം ലിറ്റ്മസ് പേപ്പർ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ആസിഡിൽ നീല ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം എന്താകും? ആസിഡിൽ നീല ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം എന്താകും? തന്നിരിക്കുന്ന ഓപ്ഷൻസ് നീല, വെള്ള, മഞ്ഞ, ചുവപ്പ്. എന്താണ് ഉത്തരം? ഉത്തരം എല്ലാവരും ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ. ആസിഡിൽ നീല ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം ചുവപ്പാണ്. എന്താണ്? നീല ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം ആസിഡിൽ എന്തായിരിക്കും? ചുവപ്പായിരിക്കും. അടുത്ത ചോദ്യം നോക്കാം. ഏതിനം സസ്യത്തിൽ നിന്നെടുക്കുന്ന ചായമാണ് ലിറ്റ്മസ്? ഏതിനം സസ്യത്തിൽ നിന്നെടുക്കുന്ന ചായമാണ് ലിറ്റ്മസ്? എല്ലാവരും ഓപ്ഷൻ നോക്കി ഉത്തരം ഗസ് ചെയ്യുക. ശരിയായ ഉത്തരം ലൈക്കൺ. ഏതിനം സസ്യത്തിൽ നിന്നെടുക്കുന്ന ചായമാണ് ലിറ്റ്മസ്? ലൈക്കൺ എന്ന സസ്യത്തിൽ നിന്നെടുക്കുന്ന ചായമാണ് ലിറ്റ്മസ്. അടുത്ത ചോദ്യം: വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇതൊക്കെയാണ്: സിട്രിക് ആസിഡ്, അസെറ്റിക് ആസിഡ്, മാലിക് ആസിഡ്, നൈട്രിക് ആസിഡ്. ഏതാണ് ശരിയായ ഉത്തരം? വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഉത്തരം നോക്കൂ. അസെറ്റിക് ആസിഡ് ആണ്. എല്ലാവരും ഗസ് ചെയ്ത ഉത്തരം ശരിയാണെന്ന് വിചാരിക്കുന്നു. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് അസെറ്റിക് ആസിഡ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ആസിഡും ലോഹവും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം. ആസിഡും ലോഹവും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഓപ്ഷൻസ് ഇതാണ്: ഓക്സിജൻ, നൈട്രോജൻ, ഹൈഡ്രോജൻ, ഹീലിയം. ആസിഡും ലോഹവും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതായിരിക്കും? ഉത്തരം ഗസ് ചെയ്ത് നോക്കുക. ശരിയായ ഉത്തരം ഹൈഡ്രോജൻ. ആസിഡും ലോഹവും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രോജൻ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. താജ്മഹൽ നിർമ്മിച്ചത് ഏത് മുഗൾ ചക്രവർത്തിയായിരുന്നു? താജ്മഹൽ നിർമ്മിച്ചത് ഏത് മുഗൾ ചക്രവർത്തിയായിരുന്നു? ഓപ്ഷൻസ്: അക്ബർ, ഔറംഗസേബ്, ജഹാംഗീർ, ഷാജഹാൻ. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാവർക്കും അറിയായിരിക്കും. താജ്മഹൽ നിർമ്മിച്ചിരിക്കുന്നത് ഷാജഹാൻ. അടുത്ത ചോദ്യം: മുഗൾ ഭരണകാലത്ത് പേർഷ്യൻ, ഹിന്ദി ഭാഷകൾ കൂട്ടിച്ചേർത്ത് രൂപം കൊണ്ട പുതിയ ഭാഷ. മുഗൾ ഭരണകാലത്ത് പേർഷ്യൻ, ഹിന്ദി ഭാഷകൾ കൂടിച്ചേർന്ന് രൂപം കൊണ്ട പുതിയ ഭാഷ ഏതാണ്? ഉത്തരം ഇതാണ്: ഉറുദു. മുഗൾ ഭരണകാലത്ത് പേർഷ്യൻ, ഹിന്ദി ഭാഷകൾ കൂടിച്ചേർന്ന് രൂപം കൊണ്ട ഭാഷയാണ് ഉറുദു. അടുത്ത ചോദ്യം: ഏത് മുഗൾ ചക്രവർത്തിയുടെ കാലത്താണ് മയൂരസിംഹാസനം നിർമ്മിച്ചത്? ഏത് മുഗൾ ചക്രവർത്തിയുടെ കാലത്താണ് മയൂരസിംഹാസനം നിർമ്മിച്ചത്? ഓപ്ഷൻസ്: അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. ഏതാണ് ശരിയായ ഉത്തരം? ശരിയായ ഉത്തരം ഷാജഹാൻ. ഏത് മുഗൾ ചക്രവർത്തിയുടെ കാലത്താണ് മയൂരസിംഹാസനം നിർമ്മിച്ചത്? ഷാജഹാൻ ചക്രവർത്തിയുടെ കാലത്താണ് മയൂരസിംഹാസനം നിർമ്മിച്ചത്. അടുത്ത ചോദ്യം: അക്ബറിൻ്റെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന സുപ്രസിദ്ധ സംഗീതജ്ഞൻ. അക്ബറിൻ്റെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന സുപ്രസിദ്ധ സംഗീതജ്ഞൻ. ഓപ്ഷൻസ് ഇതൊക്കെയാണ്: അബ്ദുൽ ഫസൽ, അബ്ദുൽ ഫൈസി, താൻസൻ, ബീർബൽ. ഏതാണ് ശരിയായ ഉത്തരം? അക്ബറിൻ്റെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന സുപ്രസിദ്ധ സംഗീതജ്ഞൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, താൻസൻ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അക്ബറിൻ്റെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന പണ്ഡിതർ അറിയപ്പെടുന്നത്.
അക്ബറിൻ്റെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന പണ്ഡിതർ അറിയപ്പെടുന്നത്? എന്താണ്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്: പഞ്ചരത്നങ്ങൾ, നവരത്നങ്ങൾ, അഷ്ടപ്രധാൻ, അമരനായകന്മാർ. ഉത്തരം ഗസ് ചെയ്ത് നോക്കുക. ശരിയായ ഉത്തരം നവരത്നങ്ങൾ. അക്ബറിൻ്റെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന പണ്ഡിതർ അറിയപ്പെടുന്ന പേരാണ് നവരത്നങ്ങൾ. അടുത്തത്, ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം എവിടെ? ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? കണ്ണൻമൂല, ഇരവിപേരൂർ, ചെമ്പഴന്തി, ശിവഗിരി. ഉത്തരം ഗസ് ചെയ്ത് നോക്കാം. ശരിയായ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ചെമ്പഴന്തി. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? ചെമ്പഴന്തിയാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്? ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഡോക്ടർ എ അയ്യപ്പൻ, വെറിയർ എൽവിൻ, പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കർ, ജ്യോതിറാവ് ഫുലെ. എന്താണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ജ്യോതിറാവ് ഫുലെ. ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജ്യോതിറാവ് ഫുലെ. അടുത്ത ചോദ്യം, ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ എന്ന ഗ്രന്ഥം ആരുടെ ആത്മകഥയാണ്? ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ എന്ന ഗ്രന്ഥം ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻസ് നോക്കാം: പണ്ഡിത രമാബായി, നിലമ്പൂർ ആയിഷ, സാവിത്രിബായി ഫുലെ, ദാക്ഷായണി വേലായുധൻ. ഉത്തരം ഗസ് ചെയ്ത് നോക്കുക. ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ എന്ന ഗ്രന്ഥം ആരുടെ ആത്മകഥയാണ്? ഉത്തരം ഇതാണ്, ഓപ്ഷൻ ബി, നിലമ്പൂർ ആയിഷ. ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ എന്ന ഗ്രന്ഥം നിലമ്പൂർ ആയിഷയുടെ ആത്മകഥയാണ്. അടുത്ത ചോദ്യം, അയിത്തത്തിനെതിരെ ചരിത്ര പ്രസിദ്ധമായ വില്ലുവണ്ടി സമരം നടത്തിയ കേരള നവോത്ഥാന നായകൻ? അയിത്തത്തിനെതിരെ ചരിത്ര പ്രസിദ്ധമായ വില്ലുവണ്ടി സമരം നടത്തിയ കേരള നവോത്ഥാന നായകൻ. ഓപ്ഷൻസ് നോക്കാം: അയ്യങ്കാളി, ചട്ടമ്പിസ്വാമികൾ, ശ്രീനാരായണ ഗുരു, വൈകുണ്ഠ സ്വാമികൾ. എന്താണ് ഉത്തരം? ഉത്തരം ഇതാണ്, അയ്യങ്കാളി. അയിത്തത്തിനെതിരെ ചരിത്ര പ്രസിദ്ധമായ വില്ലുവണ്ടി സമരം നടത്തിയ നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏത്? ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ. ഉത്തരം ഗസ് ചെയ്ത് നോക്കാം. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകമാണ് നൈട്രജൻ. ഉത്തരം എന്താണ്? നൈട്രജൻ ആണ് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ എത്ര ശതമാനം ഓക്സിജൻ അടങ്ങിയിട്ടുണ്ട്? ഭൂമിയുടെ അന്തരീക്ഷത്തിൽ എത്ര ശതമാനം ഓക്സിജൻ അടങ്ങിയിട്ടുണ്ട്? തന്നിരിക്കുന്ന ഓപ്ഷൻ നോക്കി ഉത്തരം ഗസ് ചെയ്ത് നോക്കാം. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ എത്ര ശതമാനം ഓക്സിജൻ അടങ്ങിയിട്ടുണ്ട്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 21%. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ 21% ഓക്സിജൻ അടങ്ങിയിട്ടുണ്ട്. അടുത്ത ചോദ്യം, സൂര്യതാപമേറ്റ് ഭൗമോപരിതലത്തിൽ നിന്നും ജലം നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്ന പ്രക്രിയ എന്താണ്? സൂര്യതാപമേറ്റ് ഭൗമോപരിതലത്തിൽ നിന്നും ജലം നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്ന പ്രക്രിയ എന്താണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്: സാന്ദ്രീകരണം, ബാഷ്പീകരണം, ദ്രവീകരണം, ഘനീകരണം. ശരിയായ ഉത്തരം ബാഷ്പീകരണമാണ്. സൂര്യതാപമേറ്റ് ഭൗമോപരിതലത്തിൽ നിന്നും ജലം നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. ഫ്രണ്ട്സ്, ഇനി നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. ചോദ്യം ഇതാണ്: അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിൻ്റെ കർത്താവ്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിൻ്റെ കർത്താവ് ആരാണ്? ഇതാണ് ചോദ്യം. തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കിക്കോളൂ: വി ടി ഭട്ടതിരിപ്പാട്, ലളിതാംബിക അന്തർജനം, എൻ കൃഷ്ണപിള്ള, പ്രേംജി. ഇതിൽ ആരാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിൻ്റെ കർത്താവ്? ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം എല്ലാവരും നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് സഹിതം രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. USS എക്സാമിന് നല്ലൊരു വിജയം നേടാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് ഇതുപോലെ കൂടുതൽ ക്വസ്റ്റ്യൻസുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.